നമസ്കാരം. സമീപകാലത്തായി ഇന്ത്യയുടെ പരമാധികാരത്തിനെതിരായി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കെതിരെയും ആയുധം കൊണ്ടോ സാമ്പത്തിക നയതന്ത്ര നീക്കങ്ങൾ കൊണ്ടോ തിരിച്ചടിക്കുകയാണ് ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിൽ നിലയുറപ്പിച്ചിട്ടുള്ള ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യാനാണെന്ന് വ്യാപകമായി അന്താരാഷ്ട്ര സമൂഹത്തിനോട് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പാകിസ്ഥാനിന് ഡ്രോണുകൾ നൽകി പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തെ അവർ സഹായിക്കുകയായിരുന്നു. പ്രകൃതിക്ഷോഭത്തിൽ സർവ്വവും തകർന്ന തുർക്കിക്ക് സഹായവുമായി എത്തിയ ഇന്ത്യയെ അവർ മതത്തിന്റെ പേരിൽ പാടെ മറന്നിരുന്നു. ഇതിന് തിരിച്ചടിയായി തുർക്കിയുമായുള്ള എല്ലാവിധ സഹകരണങ്ങളും നിർത്തലാക്കുകയും വിദ്യാഭ്യാസ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ടൂറിസത്തിലും ഇറക്കുമതിയിലും തുടർന്നു വന്ന എല്ലാ സഹായങ്ങളും നിർത്തലാക്കുകയുമാണ് നമ്മുടെ രാജ്യം. കൂടാതെ ഭാരതത്തിലെ ജനങ്ങൾ തുർക്കിക്കെതിരായ നിസ്സഹകരണ നീക്കങ്ങളിൽ ശക്തമായ പിന്തുണയും സർക്കാരിന് നൽകി വരുന്നു. അനവസരത്തിൽ പാകിസ്ഥാനു വേണ്ടി സംസാരിച്ച അസർബൈജാന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ഇന്ത്യയിൽ നിന്നെത്തിയിരുന്ന ടൂറിസ്റ്റുകൾ അവരുടെ ടൂറിസം വ്യവസായത്തിന് വൻ മുതൽക്കൂട്ടായിരുന്നു. അവരിൽ നിന്ന് ലഭിച്ചിരുന്ന വരുമാനം അസർബൈജാൻ എന്ന രാഷ്ട്രത്തിന് നഷ്ടമാകുന്നു എന്നത് അവരുടെ പാകിസ്ഥാൻ പ്രേമത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അങ്ങോട്ടുള്ള യാത്രകൾ ഇപ്പോൾ ഇന്ത്യൻ പൗരന്മാർ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ തിരിഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കെതിരെ അനാവശ്യമായി വെല്ലുവിളി ഉയർത്തിയ ബംഗ്ലാദേശിന് എതിരെയാണ്. ചൈനയിൽ വെച്ച് ചൈനീസ് നേതൃത്വവുമായി നടന്ന ഒരു കൂടിക്കാഴ്ചയിൽ ബംഗ്ലാദേശിന്റെ കാവൽ പ്രധാനമന്ത്രി മുഹമ്മദ് യൂനിസ് ഇന്ത്യയുടെ 7 സിസ്റ്റേഴ്സ് എന്ന് പറയപ്പെടുന്ന സംസ്ഥാനങ്ങൾ ലാൻഡ് ലോക്ക്ഡ് ആണെന്ന് പറഞ്ഞിരുന്നു. അവിടെ നിന്നും സമുദ്രത്തിലേക്കുള്ള പ്രവേശനം ബംഗ്ലാദേശിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന യൂനിസിന്റെ പ്രസ്താവന ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ബംഗ്ലാദേശ് നേതൃത്വത്തിന് ഇന്ത്യയുടെ ഈ സംസ്ഥാനങ്ങൾ വിശാല ബംഗ്ലാദേശിന്റെ ഭാഗമാക്കാനുള്ള ലക്ഷ്യമുണ്ട്. ചൈന ബംഗ്ലാദേശിനെ സഹായിക്കുകയാണെങ്കിൽ ഈ ദിവാസ്വപ്നം സാധ്യമാകുമെന്നും തകർന്നു കിടക്കുന്ന ബംഗ്ലാദേശിന്റെ സാമ്പത്തിക സ്ഥിതി കരുത്താർജിക്കുമെന്നുമുള്ള ചിന്തയായിരിക്കാം ഒരുപക്ഷെ യൂനിസിനെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. പക്ഷെ സന്ദേശം വ്യക്തമായ ഇന്ത്യ ഒരു തിരിച്ചടിക്ക് കാത്തിരിക്കുകയായിരുന്നു. യൂനിസിലെ അവകാശവാദത്തിന് അതേ രീതിയിൽ തന്നെ മറുപടി നൽകുകയാണ് ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നത്. ഇന്ത്യയിലേക്കുള്ള ബംഗ്ലാദേശിന്റെ റെഡിമെയ്ഡ് കയറ്റുമതിയുടെ സിംഹഭാവവും കരമാർഗമാണ് വരുന്നത്. കടൽ ഞങ്ങളുടെ അധീനതയിൽ ആണെന്ന് വീമ്പിളക്കിയ ബംഗ്ലാദേശുകാരൻ ഇനി മുതൽ എല്ലാ ഇറക്കുമതിയും കടൽ മാർഗം ഇന്ത്യയുടെ പോർട്ടുകളിൽ എത്തിച്ചാൽ മതി എന്ന കർശന നിർദ്ദേശം ഭാരതം നൽകിയിരിക്കുകയാണ്. ഉപരിയായി കരമാർഗമുള്ള എല്ലാ ചരക്ക് നീക്കങ്ങളും നിരോധിച്ചിട്ടുമുണ്ട്. വൻ ചിലവേറിയതും ചരക്കു നീക്കത്തിന് ധാരാളം സമയമെടുക്കുന്നതുമായ ഈ നിർദ്ദേശം ബംഗ്ലാദേശിനെയും അവരുടെ തുണി വ്യവസായത്തെയും കടുത്ത പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ കനത്ത വെല്ലുവിളി നേരിടുന്ന ബംഗ്ലാദേശിന്റെ റെഡിമെയ്ഡ് വ്യവസായത്തിന് വലിയ തിരിച്ചടിയാണ് ഭാരതത്തിന്റെ ഈ നീക്കം. യൂനിസിന്റെ മണ്ടത്തരത്തിന് ഭാരതം നൽകിയ വ്യക്തമായ മറുപടിയാണ് കരമാർഗമുള്ള ഇറക്കുമതിയുടെ നിരോധനം. ചൈനയെ സുഖിപ്പിക്കുവാനും ഇന്ത്യയെ ഒഴിവാക്കുവാനും പണ്ട് മാലദ്വീപ് നടത്തിയ അഭ്യാസവും നമ്മുടെ ഓർമ്മയിലുണ്ട്. അന്ന് ലക്ഷദ്വീപിന്റെ കടൽ തീരത്ത് കസേരയിട്ടിരുന്നത് അതിനേക്കാൾ മനോഹരമായ ദ്വീപുകൾ ഇന്ത്യയിലുണ്ടെന്ന് ലോകത്തെ കാണിച്ചു കൊടുത്ത നരേന്ദ്രമോദിയുടെ രാജ്യത്തോടാണ് മതത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അപ്പാടെ തകർക്കുന്ന വിവരം കെട്ട രാഷ്ട്രീയ നേതാക്കൾ കൊമ്പുകോർക്കുന്നത്. ചൈന രക്ഷയ്ക്കെത്തുമെന്ന് കരുതിയ ബംഗ്ലാദേശിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് കിട്ടുന്ന തിരിച്ചടി കൊണ്ട് യൂനിസ് എന്ന ഇടക്കാല നേതാവ് പാഠം പഠിച്ചില്ലെങ്കിൽ വീണ്ടും പരിഹരിക്കാനാവാത്ത പ്രതിസന്ധിയിലേക്കായിരിക്കും ബംഗ്ലാദേശ് ചെന്നെത്തുക.